അടുത്തതായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറും എനിക്ക് ആകെ അച്ഛനും ഒരു പെങ്ങളേ ഉള്ളൂ, മാണിയമ്മായി എന്ന് പറയും, അവരുടെ മകനുമായ KP നാരായണനെ ക്ഷണിക്കുന്നു. എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സമശേഷനായ ശ്രീ സോമസുന്ദരൻ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ സോമസുന്ദരൻ, നമ്മുടെ ഈ പരിപാടി സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ, നമുക്ക് നമ്മുടെ കുടുംബത്തിന് കിട്ടാവുന്നതിലേക്കും വലിയ ഒരു അതിഥി, ഇനിയും പലരും നമ്മൾ തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, എന്നാലിപ്പോൾ കിട്ടിയതിലേക്കും വെച്ച് ഏറ്റവും പ്രഗത്ഭനായ അതിഥി ശ്രീ KU അരുണൻ MLA, നമ്മുടെ ഈ പരിപാടി ആശംസർപ്പിച്ച ശ്രീ KR ബാലൻ, വളരെ നല്ല രൂപത്തിൽ എൻ്റെ മറ്റു എല്ലാവരും ഇവിടെയുണ്ട്. അവരുടെ മുന്നിലൊരു അനിയനും ഒരു മകനും പിന്നെ ഒരു സഹപ്രവർത്തകനുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വലിയ ധന്യമായ ഓർമ്മകളാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്. എൻ്റെ അമ്മയുടെ അച്ഛനെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവരുടെ അനിയൻ കുട്ടൻ, അവരുടെ പിന്നെ ഭാര്യ വള്ളി, എൻ്റെ അമ്മമ്മ, എൻ്റെ അമ്മാമ്മ, എൻ്റെ പ്രിയപ്പെട്ട അമ്മാമ്മ, സ്നേഹനദികൾ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ശ്രീ അച്യുതൻ, കുമാരൻ, പിന്നെ മൺമറഞ്ഞു പോയ ഒരുപാട് മറ്റു അമ്മാവന്മാർ ഒക്കെ വളരെ ധന്യമായ ഒരുപാട് അനുഭവങ്ങളാണ് ഈ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത്. ഇത്രയധികം സ്നേഹിക്കാനും അതേപോലെ തന്നെ വളരെ നിർമ്മലമായ മനസ്സുമായി എല്ലാവരോടും ഇടപെടാനും കഴിയുന്ന ഒരു കുടുംബം, ഒരു നല്ല പശ്ചാത്തലമുള്ള ഒരു കുടുംബം. ആ കുടുംബമായിട്ടാണ് ഞാൻ ഈ കുടുംബത്തെ കണ്ടിട്ടുള്ളത്. അത് ഞാൻ വെറുതെ മുഖസ്തുതി പറയുന്നില്ല. ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ആളുകളുമായി ഇഴചേർന്നുകൊണ്ടുള്ള പെരുമാറ്റങ്ങൾ എല്ലാം എനിക്ക് ഒരു മനസ്സിൽ വേറെ എന്തെങ്കിലും സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരിടപെടലായി അവരുടേതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് മുമ്പ് കടന്നുപോയ നമ്മുടെയൊക്കെ പിതൃതുല്യർ നമുക്കൊരുപാട് സ്നേഹത്തിൻ്റെ വെളിച്ചവും അതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ ജ്വാലയും നമുക്ക് പകർന്നു തന്നുകൊണ്ട് കടന്നുപോയ കാരണവന്മാർ എല്ലാവരും നമുക്ക് ഓർക്കാനും ഓർമ്മിക്കാനും അവരുടെയൊക്കെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മളൊരു ഒത്തുചേരലും ഒക്കെ കൂടിയാവുമ്പോൾ ഈ പരിപാടി വളരെ വളരെ വലിയ ഒരവസ്ഥയിലേക്ക് നമുക്ക് വളരെ മഹത്തരമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കൂടിച്ചേരലുകൾക്ക് പ്രാധാന്യമുണ്ട്. നാം അതിനെ കുറച്ച് കാണേണ്ടതില്ല. ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ബന്ധങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ പാരമ്പര്യങ്ങൾക്കും യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത രൂപത്തിലേക്ക് ആധുനിക സാമൂഹ്യ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം രക്ഷിതാക്കളെ പോലും അനാഥശാലയിലേക്ക് കൊണ്ടാക്കാൻ വല്ലാതെ ധൃതിപ്പെടുന്ന, തിരക്ക് കൂട്ടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ പുതിയ തലമുറ. അവർ പുതുതായി എത്തിപ്പെട്ട ബന്ധങ്ങൾ, അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, ആധുനിക സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത അനുഭവങ്ങൾ ഒക്കെ ഇന്ന് പാരമ്പര്യങ്ങളെയും പഴമകളെയും തള്ളിപ്പറയുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ട് അബോധപൂർവമായി നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കാരണവന്മാരെ, നമ്മുടെ പിതൃതുല്യരായ നമ്മുടെ ബാക്കിയുള്ളവരെ ഒക്കെ തന്നെ വേണ്ടത്ര സ്നേഹിക്കാൻ കഴിയാക്കുന്ന രൂപത്തിലേക്ക്, സ്നേഹിക്കാത്ത രൂപത്തിലേക്കുള്ള സമീപനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരുമൊക്കെ നമ്മുടെ മക്കൾക്ക് ഒരു ഭാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഇരിക്കുന്ന ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്തവരൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് അത് തന്നെയാണ്. കുടുംബ ബന്ധങ്ങൾ, മരുമകളായി കടന്നു വരുന്നവർ മകൻ സ്നേഹിച്ച് ധാരാളിച്ച് എന്തൊക്കെയോ ചെയ്ത് കയ്യാ വളരുന്ന കാലാ വളരുന്നെന്ന് നോക്കി വളർത്തി വലുതാക്കി വന്ന കുട്ടികൾ കല്യാണം കഴിച്ച് കൊണ്ടുവരാം. ഈ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതും അതേപോലെ ഒരമ്മ വളർത്തിയെടുത്ത കുട്ടികളാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ
നിലവിളക്കും അതേമാതിരി തന്നെ സിന്ദൂരും ഒക്കെ തൊടിയിച്ച് നമ്മൾ ഈ കുട്ടികളകത്ത് വരും. പെൺകുട്ടികളെ മാത്രമല്ല കുറ്റം പറയുന്നത്, ആൺകുട്ടികളും അതിൻ്റെ കാരണക്കാരാണ്. അകത്ത് വരുമ്പോൾ വേണ്ടത്ര ഒരു ഘട്ടം കഴിയുമ്പോൾ ആ അമ്മമാർ വളർത്തിക്കൊണ്ടുവന്ന ഈ കുടുംബത്തിലെ ഭാര്യയുടെ അമ്മയായാലും പിന്നെ ഭർത്താവിൻ്റെ അമ്മയായാലും അവരോടൊക്കെ കാണിക്കേണ്ട ഒരു രീതിയിലേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ സ്വമേധയാ പുറകോട്ട് പോകും. ആ സ്വമേധയാ പുറകോട്ട് പോകുന്നതിന് അവർക്ക് ന്യായങ്ങളുണ്ട്. സ്വാഭാവികമായും പുറകോട്ട് പോകുന്നവർക്ക് ന്യായങ്ങളുണ്ട്. ആ ന്യായം അവരുടെ ജീവിതത്തിലെ തിരക്കാണ്, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്, അവരുടെ കുട്ടികൾക്ക് പിന്നെ സ്വന്തമായി താമസിച്ച് അവരെ നല്ല രൂപത്തിൽ പരിചരിക്കേണ്ട പിന്നെ അത്യന്താപേക്ഷിതമായ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അവരുടെ വിഷയമാണ്. അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായ ഒരു സ്വാർത്ഥതയിലേക്ക് നമ്മുടെ സമൂഹം കടന്നു വരും. അതൊക്കെ ആവശ്യമാണ്. പുതിയ പിന്നെ ജീവിതഘടനയിലേക്ക് മാറണം, പുതിയ രൂപത്തിലേക്ക് വരണം, ഒക്കെ ശരിയാണ്, ആവശ്യമാണ്. പക്ഷെ നമ്മുടെ അമ്മമാരെ, നമ്മുടെ രക്ഷിതാക്കളെ അവരെ ജീവന തുല്യം സ്നേഹിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നാളെ ഈ പിന്നെ രൂപത്തിലേക്ക് വയസ്സായി എല്ലും തോലുമായി നടക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോയാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനത്തിലേക്കാണ് നാം പോകുന്നത്. അത്തരം ഓർമ്മപ്പെടുത്തലുകളും അത്തരം കൂടിച്ചേരലുകളും പഴമയും പുതുമയും തമ്മിലുള്ള ഒരു ബന്ധപ്പെടലും ഒക്കെ തന്നെ ഇത്തരം കുടുംബ സംഗമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഉണ്ടാകും. അത്തരം പിന്നെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ഇല്ലായ്മ ചെയ്യാൻ ഇത്തരം കുടുംബ സംഗമങ്ങൾ ഉതകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. നമുക്ക് പഴമയുടെ സംസ്കാരവും പുതുമയുടെ സംസ്കാരവും പുതിയ വിദ്യാഭ്യാസത്തിൻ്റെയും പുതിയ സാങ്കേതിക സാഹചര്യങ്ങളുടെയും അതേപോലെ വലിയ വളർച്ചയുടെയും പഴമയുടെ പിന്നെ ആ രൂപത്തിൽ ജീവിക്കുന്നവരും എല്ലാവരും ഇവിടെ സംഗമിക്കുക. തീയന്തിരുത്തിയും കുമ്പളപ്പറമ്പും പിന്നെ ഇടത്തിരുത്തിയും നമ്മുടെ വിശിഷ്ടാതിഥികളും വലിയ അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ പിന്നിലൊരു വലിയ ശക്തികൾ തന്നെയുണ്ട്. തൃശ്ശൂർ ജില്ല ഭരിക്കുന്നവരൊക്കെ ഇവിടെയുണ്ട്. അതിലും വലിയൊരു സന്തോഷം ഇനിയിപ്പോൾ നമുക്കുണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്, ശക്തികളുണ്ട്, നമുക്ക് ഒരുപാട് കടന്നു വരാനുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് നമ്മുടെ കുടുംബത്തെയും പുതിയ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന സമൂഹത്തെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ല സമൂഹത്തിന് വേണ്ടി നമ്മുടെ കുടുംബം ഒരു വലിയ ദീപനാളമായി ജ്വലിച്ചു നിൽക്കട്ടെ. നമ്മുടേത് മാത്രമായ സംഗീത ചിന്ത മാത്രം നമുക്ക് വേണ്ട. നമുക്ക് എല്ലാവർക്കും സമൂഹത്തിന് മൊത്തം സന്തോഷവും ഭാവിയും നല്ല സുഖവും എല്ലാ സ്നേഹവും സംഭാവന ചെയ്യുന്ന ഒരു നല്ല കുടുംബ ബന്ധം, ഒരു സമൂഹം സൃഷ്ടിക്കാൻ നമ്മുടെ ഈ കുടുംബ സംഗമത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പിന്നെ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഒരു കുടുംബാംഗം എന്നുള്ള രൂപത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകർക്ക് നിർത്തുന്നു. നന്ദി. താങ്ക് യു ശ്രീ കെ പി നാരായണൻ സർ. അതോടൊപ്പം അറിയപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള